പോലെ ഇവർ ഉൾക്കൊള്ളുന്നതിലല്ല പ്രശ്നം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിലും സ്കൂളുകളിലും എത്ര ആദിവാസികളും എത്ര ദളിതരും എത്ര ഈഴവരും ഉണ്ട് അധ്യാപകരായിട്ട്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിലും ഉദ്യോഗ തസ്തികകളിലും എത്ര പിന്നോക്കക്കാർ, എത്ര ദളിതർ, എത്ര ആദിവാസികളുണ്ട്? അപ്പോൾ ആത്യന്തികമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു വികസന പ്രക്രിയയൊക്കെ നടക്കുമ്പോൾ ആ വികസന പ്രക്രിയയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരായിട്ട് ദളിതരും ആദിവാസികളും മാറുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിനിധാനങ്ങൾ അവിടെ തീർച്ചയായിട്ടും കാണും. ഡോക്ടർ അംബേദ്കർ പ്രതിനിധാനത്തെ പറ്റി പറയുന്നുണ്ട്. ശക്തമായ പ്രതിനിധാനം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. ശക്തമായ പ്രതിനിധാനം. ഏതെങ്കിലും ഒരു പ്രതിനിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ സമുദായങ്ങളുടെ ആവശ്യത്തെ സർക്കാരിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം പ്രതിനിധാനമായിട്ട് അവിടെ കടന്നു വരേണ്ടത്. അപ്പോൾ പുന്നലയും വെള്ളാപ്പള്ളിയൊക്കെ പ്രതിനിധാനങ്ങളായിട്ട് കടന്നു വരുമ്പോൾ ഈ പറയുന്ന ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും ശരിയായ ആവശ്യങ്ങളെ സർക്കാരിൻ്റെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അവർ ഈ പറയുന്ന ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ആവശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മൾ വാർത്തകളിലൂടെ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ ഈ ഭഗവത്ഗീത കോട്ട് ചെയ്ത ഒരു കാര്യം ഇവിടെ അജിംസാദ് ആ കോട്ടിങ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പറയുന്ന ഭഗവത്ഗീത അംഗീകരിച്ചാണ്, ഭഗവത്ഗീതയിലെ ഭക്തിപരമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ഭഗവത്ഗീതയിൽ തന്നെയാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നത്. ഈ ഗീതയിൽ തന്നെയാണ് ചാതുർവർണ്ണ്യത്തെ, ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണെന്നാണ് ഗീതയിൽ പറയുന്നത്. സ്വധർമ്മോ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ എന്ന് ഗീതയിൽ തന്നെയാണ് പറയുന്നത്. അതായത് ബ്രാഹ്മണന്റെ ധർമ്മം മാത്രമേ ബ്രാഹ്മണൻ ചെയ്യാൻ പാടുള്ളൂ എന്നും ശൂദ്രന്റെ ഈ പറയുന്ന പാദസേവ എന്ന് പറയുന്ന ധർമ്മം അത് ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണ് ഗീത പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഗീത ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ്യത്തെയും പരിപാലിക്കുകയും മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഭക്തിയെ നിർവചിക്കാൻ കഴിയില്ല. ഇപ്പം നോക്കൂ, നമുക്ക് ഈ പറയുന്ന ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് ഭഗവത്ഗീത ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യയിലൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭഗവത്ഗീതയല്ല, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനാ ജനാധിപത്യത്തെയും ഭരണഘടനാ ധാർമ്മികതയുമാണ്. അല്ലാതെ ഭഗവത്ഗീതയിലെ ഭക്തിയോ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും കാര്യമൊന്നും അല്ല ഇന്ന് കേരളത്തിൽ ശബരിമലയിലേക്ക് തന്നെ എല്ലാ ജനങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ഭക്തി സൂക്തങ്ങളൊന്നും അല്ല. ടി എസ് ശ്യാംകുമാർ, അങ്ങനെയാണെങ്കിൽ ഷാബു പ്രസാദ് ഇവിടെ ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ. ഷാബു പ്രസാദ് ഉന്നയിച്ചൊരു കാര്യം, ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്, അതായത് ഒരു മതസ്ഥാപനമാണ്, ഒരു മതത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു സംഗമം സർക്കാരോ ദേവസ്വം ബോർഡോ നടത്തുമ്പോൾ അതിനെ അവിടെ ഉദ്ധരിക്കുക, പിന്നെ ഗീതയല്ലാതെ പിന്നെ മറ്റെന്ത് ഉദ്ധരിക്കും? ഇവിടെ ഗീത ഉദ്ധരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിരുവിതാംകൂർ നമ്മൾ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ, ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഇന്ന് ഈ പറയുന്ന പുലയരും പറയരും മറ്റുള്ള ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇന്നും ശാന്തിക്കാരായിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ, ശാന്തിക്കാരായിട്ട് ജോലി നേടിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിപ്ലവകരമായ കേരള സർക്കാരിൻ്റെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ശാന്തിക്കാർക്ക് നിയമനം കിട്ടിയത്. ഏത് തന്ത്രസമുച്ചയത്തിൻ്റെ ഏത് ഭഗവത്ഗീതയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ശാന്തിക്കാരായി പ്രവേശിച്ചത്? ഭഗവത്ഗീതയോ തന്ത്രസമുച്ചയോ അല്ല കേരളത്തിലെ ആദിവാസികൾക്കും ദളിതർക്കും പൂജാരിമാരായി രംഗപ്രവേശം ചെയ്യാൻ അനുവാദം കൊടുത്തത്. അവർക്ക് പൂജാരിമാരായി രംഗപ്രവേശന അനുവാദം കിട്ടിയത് നാരായണ ഗുരുസ്വാമികളുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ഭഗവത്ഗീത നമ്മുടെ കയ്യിലോട്ട് വെച്ചതൊന്നും അല്ല. ഈ സ്വാതന്ത്ര്യമൊക്കെ തന്നെ ഭഗവത്ഗീതയും തന്ത്രസമുച്ചയൊക്കെ തന്നെ ദളിതരുടെയും ആദിവാസികളുടെയും ആത്മാഭിമാനത്തെയും അവകാശത്തെ സമ്പൂർണ്ണ റദ്ദ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് ഭഗവത്ഗീത കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യമാണ്. അത് പറയാൻ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ഗീതയെ വിശേഷിപ്പിച്ചത് ഒരു പ്രതിവിപ്ലവം എന്നാണ്. ഗീത ഒരു പ്രതിവിപ്ലവമാണെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞത്.